അടുത്ത് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന നാമം ലളിതാ സഹസ്രനാമത്തിൽ 69ാമത്തെ നാമമാണ്. ഗേയചക്രരഥാരൂഢ മന്ത്രിണി പരിസേവിത എന്നുള്ളതാണ് അടുത്ത നാമം. ഗേയചക്രരഥത്തിൽ ആരൂഢയായ മന്ത്രിണിയാൽ പരിസേവിക്കപ്പെട്ടവൾ. ദേവി മന്ത്രിണി ദേവിയാൽ പരിസേവിക്കപ്പെടുന്നു. ആ മന്ത്രിണി ദേവി ഗേയചക്രത്തിൽ ആരൂഢയാണ് എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. മന്ത്രിണി നിസ്സരാജധു എന്ന് ഈ ദേവിയെ പറ്റിയിട്ട് ലളിതാ സഹസ്രനാമത്തിൽ മറ്റൊരു മന്ത്രത്തിൽ പറയും. ഈ ദേവിയാണ് ഏറ്റവും ദേവിക്ക് കൂടെ എപ്പോഴും നിൽക്കുന്നത്. ദേവി കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത സ്ഥാനം മന്ത്രിണി ദേവിക്കാണ്. രാജമാതംഗി, രാജശ്യാമള എന്നൊക്കെ ദേവിക്ക് മറ്റു പേരുകളുണ്ട്. ഒരിക്കൽ മതംഗ മഹർഷി ദേവി തൻ്റെ പുത്രിയായിട്ട് ജനിക്കണം എന്ന് ആഗ്രഹിച്ചു. ആ ദേവിക്ക് അതേപോലെ പരമേശ്വരി മകളായിട്ട് ജനിച്ചു. അങ്ങനെ മതംഗ മഹർഷിയുടെ മകൾ എന്നുള്ള അർത്ഥത്തിൽ മാതംഗി എന്നുള്ള പേരുണ്ട്. ആ മാതംഗി ദേവി രാജ്ഞിയായിരുന്നു, അതുകൊണ്ട് രാജമാതംഗി എന്ന് പേരുണ്ട്. ശ്യാമള വർണ്ണയായതുകൊണ്ട് ശ്യാമള, രാജശ്യാമള എന്നൊക്കെ പേരുണ്ട്. താടങ്കം ആയിട്ട് പനയോലയും കയ്യിൽ വീണയുമായിട്ടാണ് ഈ ദേവിയുടെ സാന്നിധ്യം. അങ്ങനെ മന്ത്രിണി, യന്ത്രിണി എന്നുള്ള രണ്ട് ദേവികളാണ് ഈ ദേവിയെ സഹായിക്കുന്നത്. ഈ ദേവിക്ക് 7 ആവരണമുള്ള ഒരു രഥം ഉണ്ട്. ശ്രീചക്രരാജരഥം നവാവരണമാണ്, ഇത് 7 ആവരണമാണ്, അതിനേക്കാൾ ശകലം ചെറുത്. എപ്പോഴെങ്കിലും എന്തെങ്കിലും ആലോചന ഉണ്ടെങ്കിൽ അത് ഈ മന്ത്രിണി ദേവിയോടാണ് ലളിതാംബിക ചെയ്യുന്നത്. എപ്പോഴെങ്കിലും രാജ്യഭരണം ആരെങ്കിലും ഏൽപ്പിക്കുകയാണെങ്കിൽ അത് മന്ത്രിണി ദേവിയാണ് ഏൽപ്പിക്കുന്നത്. മന്ത്രിണി നിസ്സരാജധു എന്നുള്ള നാമം ഇതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ നാമത്തെ വ്യാഖ്യാതാക്കൾ ഇങ്ങനെയും വ്യാഖ്യാനിക്കുന്നു. ഗേയചക്രം എന്ന് വെച്ചാൽ മുഖ്യമായിട്ടുള്ള ചക്രം, രഥാരൂഢ അതിലാരൂഢയായിട്ടുള്ള ശ്രീ ലളിതാംബിക, മന്ത്രിണി പരിസേവിത മന്ത്രസിദ്ധിയുള്ള ഒരാൾ പരിസേവിക്കപ്പെട്ടവൾ. ഏറ്റവും ആരാധ്യയായിട്ടുള്ളവൾ ലളിതാംബിക ദേവിയാണ്. അത് മനസ്സിൽ ആരൂഢമാക്കുക, മന്ത്രസിദ്ധി കൊണ്ട് മനസ്സിൽ ആരൂഢമാക്കുക. അങ്ങനെയുള്ള ഒരാൾ പരിസേവിക്കപ്പെട്ടവൾ എന്നാണ് വേറൊരു അർത്ഥം. നമ്മൾ പലതരത്തിലുള്ള താപങ്ങളാൽ ബാധിക്കപ്പെട്ടവരായിട്ട് നമ്മൾ ഗുരുവിനെ സേവിക്കുന്നു, ഗുരുവിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലുന്നു. അദ്ദേഹം നമുക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ നൽകുന്നു, നമുക്ക് വേണ്ട മന്ത്രദീക്ഷ നൽകുന്നു. അതിനെ നമ്മൾ പല രീതിയിൽ ജപിക്കുന്ന സമ്പ്രദായങ്ങളുണ്ട്. ചിലരൊക്കെ അതിനെ പുരസ്ചരണം എന്ന് പറയും. ആദ്യം കുറച്ച് ജപിക്കും, ആദ്യം 100 മന്ത്രം, പിന്നെ 200 ആക്കും, പിന്നെ 300 ആക്കും, 400 ആക്കും, ഇങ്ങനെ കൂട്ടി വന്നിട്ട് പിന്നെ അതിനെ കുറച്ച് വന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ക്രമങ്ങളുണ്ട്. ഒരു ദിവസം 108 മാല മഹാമന്ത്രജപം ചെയ്യുന്ന വൈഷ്ണവ ഭക്തരുണ്ട്. 108 മാല എന്ന് വെച്ചാൽ 108 തവണ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഇങ്ങനെ ജപിച്ചാൽ 108 തവണ ജപിച്ചാൽ ഒരു മാല. അതുപോലെ 108 മാല, ഏകദേശം 13,000 മന്ത്രം ജപിക്കുന്നവരുണ്ട്. ആദ്യം നമ്മൾ സാക്ഷാത് ജഗദീശ്വരനെ സ്തുതിക്കുന്നു, അല്ലെങ്കിൽ അമ്മയെ സ്തുതിക്കുന്നു, അമ്മയെ നമസ്കരിക്കുന്നു എന്നുള്ള ഭാവത്തോടു കൂടിയാണ് ചെയ്യുന്നത്. പിന്നീട് ആ മന്ത്രാർത്ഥങ്ങൾ നമ്മൾ ഗ്രഹിക്കുന്നു, പിന്നെ അതിൻ്റെ തത്വങ്ങൾ ഗ്രഹിക്കുന്നു. ബീജാക്ഷരങ്ങൾക്ക് പോലും ഈം ഹ്രീം ക്ലീം എന്നുള്ളതിന് പോലും അർത്ഥങ്ങളുണ്ട്. അത് പിന്നീട് ലളിതാ സഹസ്രനാമത്തിൽ വിസ്തരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ആ മന്ത്രാർത്ഥങ്ങളെ മനനം ചെയ്യുന്നു. മനനം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള ഭയം ഇല്ലാണ്ടാകുന്നു. ഈ
സംസാര ജീവിതത്തിലുണ്ടാകുന്ന താപം നമുക്കില്ലാണ്ടാകുന്നു. അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ വ്യാകുലപ്പെടാണ്ട് നമ്മൾ ജീവിക്കുന്നു. അതുകൊണ്ടും മനനം കൊണ്ട് ത്രാണനം ചെയ്യപ്പെട്ടവരായിട്ട്, മനനം കൊണ്ട് സംരക്ഷിക്കപ്പെട്ടവരായിട്ട് നമ്മൾ ജീവിക്കുന്നു. അങ്ങനെയുള്ളവരാണ് മന്ത്രസിദ്ധിയുള്ളവർ. അങ്ങനെയുള്ളവരുടെ മനസ്സിൽ ആരൂഢയായിട്ടുള്ളവൾ എന്ന് ഇതിനൊരു അർത്ഥം. അങ്ങനെ മന്ത്രിണി ദേവി മന്ത്രസിദ്ധി വരുത്തിയിട്ടുള്ളവരെ, മന്ത്രസിദ്ധിയുള്ളവരുടെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു തത്വമാണ്. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഭണ്ഡാസുര വധത്തിൻ്റെ തത്വങ്ങളാണ് നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ വിശദ വിവരങ്ങൾ കേൾക്കാം.